മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം നിയമാവർത്തനം 8:3, ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 8:3. അവിടെ നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ദൈവം ഈജിപ്തിനെ താഴ്ത്തി. ജീവിതത്തിന്റെ പലതരം വൈഷമ്യങ്ങൾ ഇസ്രായേൽ ജനങ്ങൾ അനുഭവിച്ചു. ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും അവർ വിഷമിച്ചു. എന്നാൽ പാറയിൽ നിന്ന് ജലവും ആകാശത്ത് നിന്ന് മന്നയും കൊടുത്ത് അവരെ തൃപ്തരാക്കി. അറുതിയില്ലാത്ത വിഷമതയിൽ എന്നും ജീവിക്കാൻ അനുവദിച്ചില്ല. അറിഞ്ഞിരിക്കേണ്ട ജീവിതപാഠങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം കൊടുത്ത അനുഭവങ്ങളായിരുന്നു അവ. നാം പഠിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നു. പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ വൈഷമ്യങ്ങളുടെ കാലങ്ങൾ അവസാനിക്കും. ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ അവരെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ പ്രയാസങ്ങൾ മാറും. ദൈവമാണ് നമ്മെ നടത്തുന്നതെന്ന് ബോധ്യം ലഭിക്കുവാൻ അത്തരം അനുഭവങ്ങൾ സഹായിക്കും. ജോർദാൻ നദിയുടെ കിഴക്കേ കരയിൽ വന്ന് കാനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട പാഠം മോശെ അവരെ പഠിപ്പിച്ചു. ദാരിദ്ര്യം അനുഭവിച്ച കാലത്ത് മന്ന കൊടുത്ത് പോഷിപ്പിച്ച ദൈവം ഭാവിയിൽ കാനാൻ പിടിച്ചടക്കാനും സഹായിക്കും. ദൈവം ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ആ ദൈവം മേലിൽ ഇടപെട്ട് സഹായിക്കും. ഇത് ദൈവം തരുന്ന വാഗ്ദത്ത വചനമാണ്. ഒരു ക്രിസ്ത്യാനി താഴ്ചയുടെ അനുഭവങ്ങളിലൂടെ കിടക്കുമ്പോൾ ജീവിതത്തെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കും. കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് നാം തിരിച്ചു നോക്കിയാൽ ആപത്തനർത്ഥങ്ങളുടെ നടുവിലൂടെ അത്ഭുതകരമായി പിടിച്ചു നടത്തിയ ദൈവകരങ്ങൾ കാണാം. നമ്മെ അല്പകാലത്തേക്ക് താഴ്ത്തുന്നത് പിൽക്കാലത്ത് ഉയർത്തുവാനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.